അയ്യോ എന്റെ ദൈവമേ, പ്രതാപേട്ടനാണല്ലോ. ഹലോ സർ. സിസ്റ്റർ വല്ല തിരക്കിലാണോ? അയ്യോ അല്ല സർ, ഞാനിപ്പോ വീട്ടുജോലികളൊക്കെ ചെയ്യുവാ. ഞാനൊരു ശല്യമായില്ലല്ലോ അല്ലേ? ഒരിക്കലും ഇല്ല പ്രതാപേട്ട. അയ്യോ സോറി സർ, ഞാൻ അറിയാതെ അങ്ങനെ വിളിച്ചു പോയതാ. അതിനെന്താ, അങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ തമ്മിലൊരു അടുപ്പം തോന്നും, നല്ല സൗഹൃദം. ഈ സാറ് വിളിയിൽ എന്തൊരു അകൽച്ച തോന്നുക. ഈ പ്രതാപേട്ടെന്ന് വിളിക്കുന്നത് എനിക്കും ഇഷ്ടം. ഇല്ല, ഞാൻ ഒരിക്കലും ഇനി സാറിന് അങ്ങനെ വിളിക്കില്ല. എനിക്ക് സാറിനോട് ബഹുമാനോ. അത് സിസ്റ്ററുടെ ഇഷ്ടം പോലെ ആകട്ടെ. അല്ല, സിസ്റ്റർ എന്നാ ഹൈദരാബാദിന് പോകുന്നത്? ഹൈദരാബാദിനോ? ആ, അല്ല മറന്നുപോയോ? ഞങ്ങളന്ന് സിസ്റ്ററുടെ വീട്ടിൽ വന്നപ്പോ പറഞ്ഞതല്ലേ ഹൈദരാബാദിന് പോകുന്നെന്ന്. ആ, ഹൈദരാബാദ് അത് നാളെ മറ്റന്നാളോ പോകാന്ന് വിചാരിക്കോ? ആ, പോകുമ്പോ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോണേ. ശരി സർ. പിന്നെ ഞാനൊരു സോറി പറയാനാ ഇപ്പൊ വിളിച്ചത്. സോറിയോ? എന്തിനാ സർ? ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ ചേച്ചി ഒരു അല്പം ഓവറായി സംസാരിച്ചു. അതൊക്കെ ചേച്ചിയുടെ ചില ഭാവനകളാ, മറ്റൊന്നും വിചാരിക്കല്ലേ. സോറി. അംബികേച്ചി പറഞ്ഞൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. സാർ അത് വിട്ടേക്ക്. ആ, ഓക്കെ. എന്നാ സിസ്റ്റർ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്ക. ഓക്കെ സർ. നേത്യാരമ്മ ചാച്ചാൻ പോവായിരുന്നോ? മാഡം വഴക്കിന് വന്നാണോ? അയ്യോ അല്ല, പൊന്നു മരുമോള് ഉറങ്ങുന്നതിന് മുൻപേ ലേശം കുശലാന്വേഷണം പറയാൻ വന്നതാ. നീ എന്ത് ധൈര്യത്തിലടി ഇതിനകത്തേക്ക് കയറി വന്നേ? ഈ അംബികാവർമ്മയെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഈ കൈ കൊണ്ട് ഞെരിച്ചേ ഞാൻ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് നിനക്കറിയോ? ഒരീച്ചയെ അടിച്ച് കൊല്ലുന്ന എളുപ്പത്തില് നിന്നെ എനിക്ക് കൊല്ലാൻ കഴിയും. നിന്നെ കൊന്നതിനെ ഒരു തെളിവും എനിക്കെതിരെ ഉണ്ടാവാൻ പോകുന്നില്ല. അതറിയോ നിനക്ക്? ഇവിടേക്ക് കേറി വരാൻ നിനക്ക് എന്താടി ന്യായം? എന്നെ കല്യാണം കഴിച്ചവൻ താമസിക്കുന്ന വീടായത്. കല്യാണം കഴിച്ചവൻ താമസിക്കുന്ന വീടോ? അതെ, എന്നെ താലി കെട്ടിയവന്റെ വീട്, ഈ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്. ഈ കുഞ്ഞ് എന്റെ മകന്റേതാണെന്ന് എന്താടി ഉറപ്പ്? ദേ സ്ത്രീയെ, ഒരു പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യൂടി? ദേ ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്, ഇപ്പോ ഈ നിമിഷം. ജായ്ക്ക് രാമാനം സ്ഥലം വിട്ടോ. ആരെയും കാണാനോ അനുവാദം ചോദിക്കാനോ ഒന്നിനും നിക്കണ്ട. വേഗം വിട്ടോ. ഞാൻ പോവില്ല. നീ പോവില്ലേ? നിന്നെ ഞാൻ അംബികേ